ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഹെമിമോന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്കും കമന്റ് ഒക്കെ തന്ന് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ തലേന്ന് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അവന്റെ സ്കൂളിലെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് അവന്റെ ഫോട്ടോ തന്നെ പ്രിന്റ് ചെയ്ത് വരുന്ന ചോക്ലേറ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം അവന് റീൽസിലൊക്കെ ഇതുപോലത്തെ ചോക്ലേറ്റിന്റെ വീഡിയോ കാണുമ്പോൾ അവൻ എന്നെ വിളിച്ച് കാണിച്ചു തരും കേട്ടോ, എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ചെയ്തു തരണം എന്ന് പറഞ്ഞ്. അപ്പൊ എന്തായാലും ഈ ചോക്ലേറ്റിൽ ഡിസൈൻ ചെയ്യുന്ന കംപ്ലീറ്റ് വർക്കും നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാനും ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പുറത്തു പോവാണ് കേട്ടോ. 3 മണിക്ക് ഹെമിമോന്റെ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനെയും കൂടി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇഷക്ക് പിന്നെ 4 മണി വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. അവള് സ്കൂൾ വണ്ടിയിലാണ് കേട്ടോ വരാറ്. ഹെമിമോനെ പിന്നെ എന്നും 3 മണിക്ക് സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യാറാണ് കേട്ടോ പതിവ്. ഇതാണ് കേട്ടോ ഹെമിമോന്റെ ക്ലാസ് റൂം. 3 മണിയായി കഴിഞ്ഞാൽ തന്നെ അവൻ ഈ ഡോറിന്റെ സൈഡിൽ നമ്മളെയും വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും കേട്ടോ. സ്കൂളിലെ എമിമോൻക്കും ഇഷമോൾക്കും നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ എമിമോനെയും വിളിച്ച് സ്റ്റിക്കറും ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. ഇങ്ങനൊരു ആനവണ്ടി നിങ്ങളെ നാട്ടിലുണ്ടോ? ഇത് നമ്മളെ നാട്ടില് സ്പെഷ്യലായിട്ട് ഓടുന്ന ഗ്രാമവണ്ടി എന്ന് പറഞ്ഞ ആനവണ്ടിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തിരൂര് പുതുതായിട്ട് വരാൻ പോകുന്ന ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ടൗൺ തിരൂരാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പർച്ചേസിങ്ങിനൊക്കെ നമ്മൾ പോകാറ് തിരൂർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരൂര് ടൗൺ എത്തിട്ടോ. ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാനായിട്ട് ഈ കാണുന്ന സ്റ്റുഡിയോയിൽക്കാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ സമയം പിന്നെ നല്ലതായതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴേക്കും കണ്ടില്ലായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ചോക്ലേറ്റ് വാങ്ങി തരാന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ഷോപ്പിലോട്ട് നമ്മൾ തിരൂര് മാർക്കറ്റിലൂടെ കേട്ടോ നടന്നു പോകുന്നത്. ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ് കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ ചോക്ലേറ്റ് വാങ്ങുന്ന ഷോപ്പിലെത്താൻ. ഹെമിമോൻ പിന്നെ ചോക്ലേറ്റ് വാങ്ങാനായതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ തിരൂർക്കാരുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്ന കുഞ്ഞു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങുന്നത്. കുഞ്ഞു ഷോപ്പാണെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ കൊടുക്കുക. അങ്ങനെ 10 രൂപ വരുന്ന ഈ ഒരു കിറ്റ്കാറ്റിന്റെ ബോക്സ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ നേരെ സ്റ്റുഡിയോയിലോട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫയലൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്ത് പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ 4 സെറ്റ് സ്റ്റിക്കറാണ് കേട്ടോ നമ്മൾ പ്രിന്റ് എടുത്ത്. ഒരു ഷീറ്റിൽ ഇതുപോലത്തെ 12 സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 10 രൂപയുടെ 42 കിറ്റ്കാറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ബോക്സിലുള്ളത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഒരു കത്രികയും ബ്ലേഡും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോഴേക്കും നമ്മളെ ഹെമിമോൻക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് നമ്മളിതാ ഈ ഒരു ഷോപ്പിലാട്ട കയറിയത്. പിന്നെ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിൽ ആശാന് നല്ല ഉറക്കായിട്ടോ. അങ്ങനെ ഇഷമോളെ കൊണ്ടാത്ത പുറത്തു പോയതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഹെമിമോൻ്റെ ഇഷമോളൊക്കെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കനും. അവർ ഈ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഷോപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇഷമോളും ഹെമിമോനും സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഹെമിമോൻക്ക് പിന്നെ ഒന്ന് സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് സ്വീറ്റ് കൊടുത്താൽ മതി എന്ന് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പതിവ് പോലെ അവനെ കുറച്ച് നേരത്തെ വിളിക്കാൻ പോകുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ ഹെമിമോനും ഇഷമോളും രാവിലെ ഓട്ടോയിലാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. ഇതാണ് കേട്ടോ ഹെമിമോന്റെ ഡ്രൈവർ സുധീഷേട്ടൻ. പേടന്റെ മിഠായി ഹെമിമോന് ആദ്യം തന്നെ സുധീഷേട്ടനാണ് കേട്ടോ കൊടുത്തത്. അപ്പോഴത്തേക്കും ഇഷമോൾ എത്തിയതാ. രണ്ടുപേരും ടാറ്റൊക്കെ പറഞ്ഞ് വേഗം പോയിട്ടോ. പിന്നെ വീട്ടിലെ ബാക്കി പണികളൊക്കെ തീർത്തതാ ഹെമിമോന്റെ ചോക്ലേറ്റ് നമ്മൾ സ്റ്റിക്കർ ചെയ്യാൻ തുടങ്ങിട്ടോ. അങ്ങനെ ചോക്ലേറ്റിന്റെ സ്റ്റിക്കർ ഒട്ടിക്കൽ കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഹെമിമോന്റെ മൂത്താപ്പ സർപ്രൈസ് ആയിട്ട് അവനക്കുള്ള കേക്ക് ആയിട്ട് വരികയാണ് കേട്ടോ. അടുത്തത് ഞങ്ങൾ ഹെമിമോനെ പിക്ക് ചെയ്യാനും അവന്റെ സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഹെമിമോന്റെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കയ്യെന്നെ പോവല്ലോ.
പിന്നെ എമിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് സ്നാക്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും എമിക്കുട്ടനൊക്കെ കൊണ്ടുപോയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇനി നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ ഇത്. വീഡിയോന്റെ വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചറിയാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി മൂത്താപ്പ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന കേക്ക് എമിന് കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ പോലുള്ള എല്ലാ സെലിബ്രേഷനും കേക്ക് വാങ്ങിക്കുന്നത് നമ്മുടെ പേസ്റ്റൽ കേക്ക് എന്നാണ് കേട്ടോ. ഇപ്രാവശ്യം മോന്റെ ബർത്ത്ഡേക്ക് അവർ നല്ല സ്പൈഡർമാന്റെ തീമിലുള്ള അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പേസ്റ്റൽ കേക്കിന്റെ ഓണറായ ഫസ്ലൂക്ക. എമിമോന് കേക്കിലുള്ള ഡെക്കറേഷനൊക്കെ കണ്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എമിമോന്റെ ഉപ്പപ്പ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ എമിനും ഇഷയും ഉപ്പപ്പയും കൂടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ അവൻ ഉപ്പപ്പാന്റെ വായിലാട്ട വെച്ചെടുത്ത്. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ, ഇത് നിങ്ങൾക്കുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ ഉപ്പപ്പാനി എമിനി ഈശനി കാണാനില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ഷോപ്പിൽ ഇപ്പപ്പ എമിനിക്കും ഈശക്കൊക്കെ മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇവിടെ എന്തോരം മിഠായികളാ ഉള്ളത് നോക്കിയേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ എമിമോൻക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ തിരൂര് ഗണപതി ഭവനിലുള്ള ചന ഭട്ടൂരയാണ് കേട്ടോ അവന്റെ ഫേവറേറ്റ് ഫുഡ്. നല്ല ചൂടുള്ളത് കാരണം അവനക്ക് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉപ്പച്ചി ഉപ്പപ്പി ഉമ്മമ്മയും ഒക്കെ മസാല ദോശയും ഞാനും ഇഷമോളും നൂഡിൽസാണ് കേട്ടോ കഴിച്ച്. ഇഷമോൾ അവളുടെ കയ്യിലുള്ള ചോപ്സ്റ്റിക്ക് ആയിട്ട് എങ്ങനെയാണ് തിന്നുന്നത്. അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് കഴിക്കാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷെ ഫ്ലോപ്പായി പോയി ആദ്യം. പക്ഷെ പിന്നെ ഞാൻ പഠിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ എമിമോൻക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ തിരൂർ തന്നെയുള്ള ഒരു ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ കയറിയതാണ് കേട്ടോ. അവൻ്റെ ഡ്രസ്സുകളൊക്കെ അവൻ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുക. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് അവന് നല്ല ഹാപ്പി ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.